പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നു: കേട്ട കാര്യം നിന്നോടൊത്ത് മരിക്കട്ടെ. കേട്ട കാര്യം നിന്നോടൊത്ത് മരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനം എത്രയോ വ്യക്തമായിട്ടാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കേട്ട കാര്യം നിന്നോടൊത്ത് മരിക്കട്ടെ എന്ന്. നമ്മൾ സമൂഹജീവിയാണ്, കുടുംബത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്, സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. സമൂഹത്തിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് കേൾക്കേണ്ടതായിട്ട് വരും. മറ്റുള്ളവരുടെ കുറ്റങ്ങളാകാം, കുറവുകളാകാം. ഒരുപക്ഷെ കുടുംബത്തിലുള്ള വ്യക്തികളുടെ കുറ്റങ്ങളും കുറവുകളുമാകാം, അല്ലെ തിരുസഭയിലുള്ള വ്യക്തികളുടെ കുറ്റങ്ങളും കുറവുകളുമാകാം. അതല്ലെങ്കിൽ കൂട്ടായ്മയിലുള്ള ലീഡറുടെയോ കൂട്ടായ്മയിലുള്ള മറ്റ് വ്യക്തികളുടെയോ കുറവുകളാകാം നമ്മളൊരു പക്ഷേ കേട്ടത്. ഇത് നമ്മൾ കേൾക്കണമെങ്കിൽ മറ്റൊരാൾ നമ്മോട് പറയണം. മറ്റൊരാൾ നമ്മളോട് പറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മളിത് കേട്ടത്. എന്നാൽ മറ്റൊരു വ്യക്തി നമ്മോട് എന്ത് കാര്യം പറഞ്ഞാലും, ഒരുപക്ഷെ നന്മയാകാം, തിന്മയാകാം, അതല്ലെങ്കിൽ പരദൂഷണമാകാം, അപവാദ പ്രചരണമാകാം, എന്തുമായിക്കോട്ടെ, ആ കേട്ട കാര്യം മറ്റൊരാളോട് പറയുവാൻ ദൈവം നമ്മെ അനുവദിച്ചിട്ടില്ല. അതല്ലെങ്കിൽ മറ്റൊരാളോടൊന്നും മാത്രമല്ല, സമൂഹത്തിൽ മറ്റുള്ള വ്യക്തികളോട് അത് വിളംബരം ചെയ്യുവാൻ ദൈവം നമ്മെ അനുവദിച്ചിട്ടില്ല. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നൊരു കാര്യമാണ്: കേട്ട കാര്യം നിന്നോടൊത്ത് മരിക്കട്ടെ. ഇന്ന് തിരുസഭ മക്കളെ ദൈവത്തിരുമുമ്പിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യണമേ. ഒരുപക്ഷെ അയൽവാസികളുടേതാകാം, അതല്ലെങ്കിൽ ബന്ധുക്കളുടേതാകാം, ഭർത്താവിൻ്റെ ആകാം, ഭാര്യയുടെ ആകാം, അമ്മായിമ്മയുടെ ആകാം, അമ്മായിപ്പൻ്റെ ആകാം, മരുമകളുടെ ആകാം, മരുമകൻ്റെ ആകാം. ഇവരുടെയൊക്കെ കുറവുകൾ, ഇവരുടെയൊക്കെ തിന്മയിലുള്ള അവസ്ഥകൾ ഏതെങ്കിലും വ്യക്തികൾ നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ വെച്ച് തീർന്നു പോകണം. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. കേട്ട കാര്യം നിന്നോടൊത്ത് മരിക്കട്ടെ. ഇത് മരിച്ചില്ലെങ്കിലത്തെ ഒരു കുഴപ്പമുണ്ട്. പറഞ്ഞ വ്യക്തിക്ക് ഒരു കുഴപ്പമില്ല. പറഞ്ഞ വ്യക്തി പറച്ചിലും കഴിഞ്ഞ് ആ വ്യക്തിയുടെ വഴിക്ക് പോയി. കേട്ട വ്യക്തിയുടെ ജീവിതത്തിൽ മാനസികമായിട്ട് അസ്വസ്ഥതയുണ്ട്. മാനസികമായിട്ടുള്ള അസ്വസ്ഥത മാത്രമല്ല, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ ആ വ്യക്തിയെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ആര് പറഞ്ഞു എന്ന് കേൾക്കുന്നുവോ ആ വ്യക്തിയോടുള്ള വെറുപ്പ് ഈ വ്യക്തിയുടെ ഉള്ളിൽ കൂടും. ആ വ്യക്തിയുടെ വെറുപ്പ് മാത്രമല്ല, വൈരാഗ്യമായി മാറും. പിന്നെ അവസാനം അതൊരു പ്രതികാര ചിന്തയായി മാറും. അത് ഒന്നിൽ നിന്ന് തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് ആ വ്യക്തിയെ നയിക്കും. അതുകൊണ്ടാണ് കർത്താവ് അതുകൊണ്ട് കൂടിയാണ് കർത്താവ് പറഞ്ഞത്: കേട്ട കാര്യം നിന്നോടൊത്ത് മരിക്കട്ടെ എന്ന്. നീ അത് വേറൊരാളോട് പറയാൻ പോകണ്ട. പറയാൻ പോയി കഴിഞ്ഞാൽ കുഴപ്പമുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവനെന്ന്. ഞാൻ കേട്ട കാര്യം മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിന് മുമ്പിൽ അനുഗ്രഹിക്കപ്പെട്ടവനല്ല, ശപിക്കപ്പെട്ടവനാണ്. ശപിക്കപ്പെട്ടവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈശാചിക ശക്തിയുടെ സാത്താൻ്റെ അടിമയായി ഞാൻ മാറുകയാണ് ചെയ്യുന്നത്. സാത്താൻ്റെ അടിമയായി മാറ്റപ്പെടുന്ന വ്യക്തികളാണ് ശപിക്കപ്പെട്ടവനെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് പറയുമ്പോൾ അവൻ ദൈവത്തിൻ്റെ അടിമയായിരിക്കും, ദൈവാനുഗ്രഹത്തിൽ മുമ്പോട്ട് പോകും. ശപിക്കപ്പെട്ടവനെന്ന് പറഞ്ഞാൽ സാത്താൻ്റെ അനുഗ്രഹം. സാത്താൻ തൻ്റെ അനുഗ്രഹം എന്താ? കൊല്ലുക, നശിപ്പിക്കുക. സാത്താൻ്റെ പരിപാടി മോഷ്ടിക്കുക, കൊല്ലുക, നശിപ്പിക്കുക എന്നതാണ്. എന്നാൽ ദൈവത്തിൻ്റെ പരിപാടി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് സാത്താൻ കൊല്ലും, മോഷ്ടിക്കും, നശിപ്പിക്കും.
ആ നശിപ്പിച്ച് കളഞ്ഞതെല്ലാം ജീവൻ നൽകി ആ കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന പരിപാടിയാണ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണെന്നാണ് യോഹന്നാൻ 10:10 ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആത്മപരിശോധന ചെയ്യണമേ. കേട്ടിട്ടുള്ള കാര്യങ്ങൾ, മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരോട് പറയുന്ന വ്യക്തിയാണ്. ഇനി ഇത് കൂടുതൽ കേൾക്കാൻ പോയാലും പ്രശ്നമുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 28:16 ഇതാണ് പറയുന്നത്: അപവാദത്തിന് ചെവി കൊടുക്കുന്നവൻ സ്വസ്ഥത അനുഭവിക്കുകയോ സമാധാനത്തിൽ കഴിയുകയോ ചെയ്യുകയില്ല. അപവാദത്തിന് ചെവി കൊടുക്കുന്നവൻ സ്വസ്ഥത അനുഭവിക്കുകയോ സമാധാനത്തിൽ കഴിയുകയോ ചെയ്യുകയില്ല എന്ന് വചനം നമ്മളെ ഓർപ്പിക്കുന്നു. അപ്പോൾ മറ്റൊരു വ്യക്തി പറയുന്ന അപവാദം കേൾക്കുവാൻ വേണ്ടി എൻ്റെ കാതുകളെ ഞാൻ വിട്ടുകൊടുത്താൽ പറയുന്ന വ്യക്തിക്ക് ഒരു കുഴപ്പമില്ല. കേട്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉറക്കം നഷ്ടപ്പെടും, അവന് മാനസികമായ പിരിമുറുക്കമുണ്ടാകും, അവന് പ്രഷർ വർദ്ധിക്കും, അവൻ ദൈവത്തിന് മുമ്പിൽ അനുഗ്രഹിക്കപ്പെട്ടവനല്ല, അവൻ ദൈവത്തിന് മുമ്പിൽ ശപിക്കപ്പെട്ടവനായി മാറ്റപ്പെടും. അതുകൊണ്ട് കൂടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഈ വചനത്തിലൂടെ ഓർമ്മിപ്പിച്ചത്: കേട്ട കാര്യം നിന്നോടൊത്ത് മരിക്കട്ടെ. ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ രഹസ്യമായിരിക്കാം. ഒരു വ്യക്തി ആ വ്യക്തിയുടെ പേഴ്സണലായിട്ടുള്ള രഹസ്യകരമായ കാര്യം എന്നോട് പറഞ്ഞു. ഞാനത് കേട്ടത് അവിടെ വെച്ച് തീർന്നില്ല. ഞാൻ വേറെ 4 പേരോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ രഹസ്യം പറഞ്ഞ വ്യക്തിയെ യഥാർത്ഥത്തിൽ ഞാൻ കൊല്ലുകയാണ് ചെയ്യുന്നത്. അത് രാഷ്ട്രീയ രഹസ്യമാകാം, കോടതി സംബന്ധമായിട്ടുള്ള രഹസ്യമാകാം, കുടുംബ സംബന്ധമായിട്ടുള്ള രഹസ്യമാകാം, വ്യക്തിപരമായിട്ടുള്ള രഹസ്യങ്ങളാകാം, ഏത് രഹസ്യങ്ങളുമായാലും ശരി. ഞാൻ കേട്ട രഹസ്യം ഞാൻ ഒരു കാരണവശാലും മറ്റൊരാളോട് പറയാൻ പാടില്ല. അപ്പം രഹസ്യം പുറത്താക്കുക വലിയ തിന്മയാണ്. ഒരാളെ കൊല്ലുന്നതിന് തിന്മയാണ് ഒരു വ്യക്തിയുടെ രഹസ്യം നമ്മൾ പുറത്താക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കേട്ട രഹസ്യം നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അവനെ കൊല്ലുന്നതിന് തുല്യമാണ്, കൊലപാതകിയായി മാറ്റപ്പെടുകയും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ ഓർത്ത് നമുക്ക് ഈശോയോട് മാപ്പ് ചോദിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, കേട്ട കാര്യം നിന്നോടത്ത് മരിക്കട്ടെ എന്ന് അരുളി ചെയ്ത കർത്താവേ, അനുദിന ജീവിതത്തിൽ മറ്റുള്ളവരുടെ നന്മകൾ കേൾക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ കുറവുകൾ കേൾക്കുന്നുണ്ട്. എന്നാൽ മറ്റുള്ളവരുടെ നന്മകൾ ആരോടും പറയാതെ അത് മൂടിവെച്ച് തിന്മകൾ പറയുന്ന സ്വഭാവത്തിന് അടിമകളാണ് പലപ്പോഴും ഞങ്ങൾ. കർത്താവെ, ഞങ്ങൾക്ക് വിമോചനം നൽകണമേ. അവിടുത്തെ അനന്തമായ കരുണയും കൃപയും ഞങ്ങളിലേക്ക് ചൊരിഞ്ഞുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.